ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകാൻ പാടില്ല എന്ന് പൊതുസമൂഹം കൽപ്പിച്ചിരിക്കുന്ന ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചില അതിർവരമ്പുകളൊക്കെ ലംഘിച്ച് പോയ സാഹചര്യത്തിൽ ഒരു ഡാമേജ് തന്നെയല്ലേ? അതിർവരമ്പ് ലംഘിക്കുന്ന ആദ്യത്തെ ആൾ രാഹുൽ മാങ്കൂട്ടമാണ്. അല്ല, വേറെ MLA മാരെ ഇവിടെ ഇരിപ്പുണ്ട് ഈ അതിർവരമ്പ് ലംഘിച്ചവനൊക്കെ. ഇതൊക്കെ ഇന്നത്തെ വെച്ചാൽ പണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നത് ഈ നേതാക്കന്മാരുടെ ആഹ്വാനവും പ്രസംഗവും കിട്ടാം. അനീഷ് ഒന്ന് ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങും. കേരളത്തിലെ പൊതുസമൂഹത്തിന് കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുടെയും പുച്ഛം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയാൽ ആ നേതാവിനെ ആദരിക്കുന്നൊരു ജനസമൂഹം ഉണ്ടായിരുന്നു. കേരളം പൊതുസമൂഹം ആദരിക്കുന്ന ഒരാളിനെ പറ, EMSനെ പോലെ, EK നായനാരെ പോലെ, C അച്യുതമേനോനെ പോലെ. എന്തിന്? ഒരു പരിധിവരെ K കരുണാകരനും AK ആന്റണിക്കും കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത കേരളത്തിലുള്ളൊരു നേതാവിനെ പറ. ഇടതുപക്ഷവും വലതുപക്ഷവും BJP ഒക്കെ ആയിക്കോട്ടെ, ഇല്ല. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ വോട്ടറും ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.